സാറേ, നമ്മുടെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാണ്. ഒന്ന് JB കോശി കമ്മീഷൻ, അത് ഇതുവരെ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല. നിരവധി പിതാക്കന്മാരും മെത്രാന്മാരൊക്കെ ആവർത്തിച്ച് സർക്കാരോട് പറയുന്നുണ്ട്. സാറിന് എന്താണ് പറയുന്നത്? ക്രൈസ്തവ സഭയിലെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദളിത് ക്രൈസ്തവരുടെ വിഷയമാണ്. ദളിത് ക്രൈസ്തവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ, മറ്റ് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളവരാണ്. പക്ഷേ ക്രൈസ്തവരായിപ്പോയി എന്നതിൻ്റെ പേരിൽ അവർക്കത് നിഷേധിക്കപ്പെടുകയാണ്. ഇത് അവർക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു നിയമസഭാംഗമായിരുന്ന അവസരത്തിൽ നിയമസഭയിലും പാർലമെൻറ്റ് അംഗമായതിനു ശേഷം പാർലമെൻറ്റിൽ നിരവധി തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തണമെന്ന് പാർലമെൻറ്റിൽ ഞാൻ ആവശ്യപ്പെട്ടു. അവരുടെ ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തണമെന്ന് പറഞ്ഞു. JB കമ്മീഷൻ കോശി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് എത്രയും വേഗം അതിന്മേൽ തീരുമാനമെടുക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സാർ, അതുപോലെ തന്നെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ന് കേരളം ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ക്രൈസ്തവ സഭയിലായാലും മെത്രാന്മാർ കഴിഞ്ഞ ദിവസം പാമ്പ്ളാനി പിതാവടക്കം സംസ്ഥാന സർക്കാർ വാക്ക് പാലിക്കണം, 250 രൂപ ആക്കും എന്നുള്ള വാക്ക് പാലിക്കണം എന്നുള്ളതാണ്. ഏകദേശം ഒരു 2.5 വർഷം കഴിഞ്ഞു സർക്കാർ കയറിയിട്ട്, ഇതുവരെയും അത് നടപ്പിലാക്കിയിട്ടില്ല. അങ്ങ് പാർലമെൻറ്റ് അംഗം കൂടിയാണ്, കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഇതും കൂടിയാണ്. അപ്പോൾ പാർലമെൻറ്റിലായാലും ഭാരതത്തിലായാലും കർഷകർക്ക് അവർക്ക് ആ ഒരു റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിൽ സാറിന് നമുക്ക് ചെയ്യാൻ പറ്റും? റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ പാർലമെൻറ്റ് അംഗമായതിനു ശേഷം ഏതാണ്ട് 5-6 തവണ പാർലമെൻറ്റിൽ തന്നെ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. റബ്ബർ കർഷകർക്ക് ഉൽപ്പാദന ചെലവിനനുസൃതമായ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ 1 കിലോ റബ്ബറിന് ഉൽപ്പാദന ചെലവ് 172 രൂപയാണെന്ന് റബ്ബർ ബോർഡ് 2017 അറിയിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ചിലവ് കൂടിയിട്ടുമുണ്ട്. സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏത് കാർഷിക വിളയാണെങ്കിലും അതിന് ഉൽപ്പാദന ചെലവിൻ്റെ 150% അല്ലെങ്കിൽ 1.5 ഇരട്ടി ഉൽപ്പാദന ചെലവിനേക്കാൾ ലഭിച്ചാൽ മാത്രമേ കൃഷിയുമായി മുമ്പോട്ട് പോകാൻ കഴിയൂ. അത്തരത്തിൽ നോക്കുമ്പോൾ റബ്ബറിൻ്റെ 1 കിലോ റബ്ബറിൻ്റെ ഉൽപ്പാദന ചെലവ് 172 രൂപയെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 258 രൂപ 1 കിലോയ്ക്ക് കിട്ടിയാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അത് പരിഗണിച്ചാണ് ബഹുമാനായ KM മാണി സാറ് അധികാരത്തിലിരുന്ന അവസരത്തിൽ, ധനകാര്യമന്ത്രിയായിരുന്ന അവസരത്തിൽ, അന്ന് റബ്ബർ വില ഏതാണ്ട് 85 രൂപയ്ക്ക് താഴ്ന്നു പോയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ 150 രൂപ ഉറപ്പ് നൽകിക്കൊണ്ട് അതിന് വിലസ്ഥിരതാ ഫണ്ട് ലഭ്യമാക്കിയിരുന്നു. ഇപ്പോഴും ഗവൺമെൻറ് അത് നടപടി സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരള കോൺഗ്രസ് എം ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറിയതിനു ശേഷം ഞങ്ങൾ പാർട്ടി തലത്തിൽ നിരവധി മെമ്മോറാണ്ടങ്ങൾ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 150 എന്നുള്ളത് 170 ആക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഉടനെ തന്നെ നാളെ തന്നെ കാണാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ, MLA മാരും MP മാരും കൂടി ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിലസ്ഥിരതാ ഫണ്ട് കൂടുതൽ കൊടുക്കണം എന്ന് ആവശ്യപ്പെടാൻ പോവുകയാണ്. അത് തീർച്ചയായിട്ടും അതിന് മാറ്റമുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.